1998 ഇന്ത്യൻ മാർക്കറ്റിൽ ലാൻസർ എന്ന മിസ്തുഷ്ബിൻ്റെ വണ്ടി ആദ്യമായി വിപണിയിൽ വരുന്നത്. 98 കാലങ്ങളിൽ മിസ്തുഷ്ബിൻ്റെ ഒരുപാട് വണ്ടികൾ വന്നെങ്കിലും പജീറോ ലാൻസറാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ മിസ്തുഷ്ബിൻ്റെ വണ്ടി ഫാൻസ് ഉള്ളതും പജീറോക്കാണ്. പക്ഷേ എന്താ പറയുക, ലാൻസറിന് ഇപ്പോഴും ലാൻസറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും. മിസ്തുഷ്ബി എന്ന ബ്രാൻഡ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ലാൻസർ എന്ന വണ്ടിയെ ആദ്യമായി കൊണ്ടുവരുന്നത്. അതായത് ഇന്ത്യയിലെ മിസ്തുഷ്ബിൻ്റെ വണ്ടികൾ നിർമ്മിക്കാനും അത് വിൽക്കുവാനും ഉത്തരവാദിത്വം ഏറ്റെടുത്തതായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. നമുക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അംബാസഡർ, കോണ്ടസ്, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ഒരു മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ ഒരുപാട് വണ്ടികൾ ഇന്ത്യൻ വിപണികൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവർ കുറച്ച് എന്താ പറയുക, അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിന്നതാണ്. ഭാവിയിൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ വന്നിരിക്കാം. അതല്ല നമ്മളെ വിഷയം. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് കൊടുത്തിട്ടുള്ള ലാൻസറാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ലാൻസറിനെ കുറിച്ചിട്ടാണ്. 2005 മോഡൽ ലാൻസറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ലാൻസർ എന്ന മോഡൽ തന്നെ എന്താ പറയുക, റയർ കളറാവട്ടെ ഈ കളർ വരുന്നത്. ഈ വണ്ടി എന്താ പറയുക, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്താ പറയുക, നമ്മൾ ഒരുപാട് കയറാൻ ആഗ്രഹിച്ചതും എന്താ പറയുക, ഓടിക്കാനും മാത്രമല്ല ഇങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമാക്കാനും ആഗ്രഹിച്ച ഒരു വണ്ടി തന്നെയാണ് ഈ ലാൻസർ എന്ന മോഡൽ. അപ്പോൾ എന്തായാലും ഈ വണ്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ നമ്പർ വരുന്നത് KL10, നമ്മളെ രജിസ്ട്രേഷൻ തന്നെ കേട്ടോ, KL10X 4005 കേട്ടോ, ഫാൻസി നമ്പർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലുകൾ കണ്ടല്ലോ, ലാൻസറിന്റെ സെക്കൻഡ് ജനറേഷനിൽ വന്ന മോഡലാട്ടോ ഇത് വരുന്നത്. ഒക്കെ എന്താ പറയുക, ഇതിന്റെ ഫ്രണ്ട് തന്നെ മൊത്തത്തിൽ പ്രത്യേക രസമാണ്. പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വന്നാൽ ഇത് ചേഞ്ച് ചെയ്താട്ടാ, ഇത് കമ്പനി തന്നെയാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ റീസ്റ്റോർ വർക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളെ ഫ്രണ്ട് എടുത്തതാണ്. ഫ്രണ്ടിന്റെ പേര് ശരത്ത് എന്നാണ്. അവൻ എന്തായാലും നമ്മൾ ഈ വീഡിയോന്റെ അവസാനം എന്തായാലും കാണിക്കുന്നതാണ്. പിന്നെന്താ പറയുക, ഇവിടെ താഴത്ത് ഒരു ചെറിയ, ഇവിടെ ഫോഗ് ലാമ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി സ്കാറ്റിംഗ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോഴത്തെ അതിൻ്റെ ഫ്രണ്ട് ഇതാണ്. ഇനി റീസ്റ്റോർ വരുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. അതേപോലെ ഈ സൈഡിലേക്ക് വന്നാലും ഇതും മാറ്റി തന്നെയാണ്. ഇങ്ങനൊരു പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട് ഈ സൈഡിൽ. പിന്നെന്താ പറയുക, ഈ സൈഡ് ബോർഡിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരുപാട് ലൈനുകളും കാര്യങ്ങളൊന്നുമില്ല, 2 ലൈന് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ പറയുക, ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നേരെ എന്താ ഈ ബാക്ക് തെറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് 2 ലൈനായിട്ട് വരുന്നുണ്ട് ബോഡി. പിന്നെ ഇതിൽ വരുന്ന ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ചിൻ്റെ അലൈവിലാണ്. എനിക്കൊന്ന് ലാൻസറിലൊക്കെ വന്ന് 14 ഇഞ്ചാണ്. ഇതിൽ ഈ സൈഡ് വരുന്നത് 16 ഇഞ്ചാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടികളെ പോലെയല്ല, അന്നത്തെ കാലത്ത് എന്താ പറയുക, ഫ്രണ്ടും ബാക്കും അലൈൻമെൻറ്റ് ഒരുപോലെ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണുള്ളത്. പിന്നെ ബോണറ്റിന്റെ സ്പേസ് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നോർമൽ വണ്ടികളെ പോലെ ഒന്നുമില്ല, കുറച്ച് എന്താ പറയുക, ഒരു സ്പോർട്സ് ലാൻസറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പോർട്സ് മോഡ് ഇതാണ് വരുന്നത്. അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാര്യങ്ങൾ അങ്ങനത്തെ വണ്ടികളിലൊക്കെ വന്ന ഒരു ഇതുണ്ടല്ലോ. അതേപോലെ ഈ റൈറ്റ് സൈഡും വരുമ്പോഴും എന്താ പറയുക, ഈ സെയിം തന്നെയാണ് വരുന്നത്. 16 ഇഞ്ചിൻ്റെ അലൈവിൽ രണ്ടും ചെയ്തിട്ടുണ്ട്. ഡിസ്കാണ്. പിന്നെ ഇതിൻ്റെ കീ ഹോൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ലോക്ക് സിസ്റ്റം ഇതാണ്, ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ അതേപോലെ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഇത് ഡീസലിൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ ബാക്കിൽ കണ്ടാ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, LXDൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ നോർമലി വലിയൊരു വർക്കൊന്നും ചെയ്യാത്തൊരു വണ്ടിയാട്ടത്. ലാൻസറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള മിസ്തുഷ്ബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോഴും വലിയൊരു എന്താ പറയുക, പറയുന്ന അത്ര ഒരു വർക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടിയോണ്ട് നമ്മളിനി ഒരുപാട് വർക്കുകൾ ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല എന്താ പറയുക, ഫ്രണ്ടും ബാക്കും ലെങ്ത് ഉള്ളൊരു വണ്ടിയാണ് വരുന്നത്, നല്ല ലെങ്ത്ത്. പിന്നെന്താ പറയുക, സൈഡ് മിററൊക്കെ വരുന്നത് നോർമൽ മിറർ തന്നെയാണ്, അന്നത്തെ കാലത്തുള്ള അതേ ഒരു മിററാണ് വരുന്നത് ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത് കേട്ടോ, എല്ലാ സൈഡും വരുന്നത്. ഇതാണ് നമ്മളെ 4 സൈഡ് വണ്ടിൻ്റെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അതായത് അപ്പോൾ
പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ എന്താ പറയാ, അതിന്റെ ഒരു ഞാനൊരു സീറ്റിന്റെ ഒരു ജസ്റ്റ് ഇതിന്റെ ഇത് കാണിക്കാനുണ്ടാ. അത്യാവശ്യം ഒരാൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്താ പറയാ വീതി വിസ്താരത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു സൈഡ് തന്നെയാണ് ഈ സൈഡ് വരുന്നത്. പിന്നെന്താ പറയാ, നമുക്ക് രണ്ട് ഇത് വരുന്നുണ്ട്. ഒന്ന് ഡാഷ്ബോർഡ് താഴത്തും വരുന്നുണ്ട്, അതേപോലെ ഇവിടെ മുകളിലും ഡാഷ്ബോർഡ് വരുന്നുണ്ട്. ഒരു ചെറിയ ബോർഡ് സ്പേസ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഈ ഡാഷ്ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണ്. ഇതാ ഒന്ന് താഴത്തും വരുന്നുണ്ട്, ഒന്ന് മുകളിലും വരുന്നുണ്ട്. പിന്നെ AC നമുക്ക് ഒന്ന് മേൽഭാഗത്തും പിന്നെ ഒന്ന് താഴത്തും. ഇവിടെ AC ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ പറയാ, ഇവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്, മൊബൈൽ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ സൈഡിലായിട്ടും ചെറിയൊരു അത്യാവശ്യം വീതിയുള്ള വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കും ബോണറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അറിയാലോ. ഇതാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പിന്നെ 5 ഗിയർ ആണ് വരുന്നത്. സ്റ്റീരിയോ ഒക്കെ നോർമലാണ്. ഇതൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് ഫുൾ എന്താ പറയുക ആൻഡ്രോയിഡിന്റെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉദ്ദേശിച്ച് ചെയ്തു തരാനുള്ള സാധനം കേട്ടോ. അതെന്തായാലും നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യേണ്ട എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഡോറിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സൈഡ് മിററിന്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒക്കെ അതായത് 2005 തന്നെ എന്താ പറയാ അത്യാവശ്യം ലക്ഷറി ടൈപ്പിൽ തന്നെ ചെയ്ത വണ്ടികളായിട്ട് വരുന്നത്. ഒരു ചെറിയ സ്പീക്കർ വരുന്നുണ്ട്. ഇതാണ് ഡോറിന്റെ ഒരു ഇത് വരുന്നത്. അതുപോലെ ഡ്രൈവിംഗ് സൈഡിലേക്ക് വരുമ്പോഴും ഈ സെയിം തന്നെയാണ്, ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. നമ്മളെ ഫ്രണ്ടിലൊരു വലിയ ഇത് വരുന്നുണ്ട്, RPM മെഷീൻ, പിന്നെന്താ പറയുക സ്പീഡോമീറ്റർ വരുന്നുണ്ട്, AC, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ വൈപ്പർ കാര്യങ്ങൾ, ബട്ടൺസ്, ഇതൊക്കെ നോർമൽ വണ്ടിയിലുള്ള സംഭവം തന്നെയാണ്. ഇവിടെ എന്താ പറയുക നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഡ്രൈവിങ് ആസ്വദിച്ച് ചെയ്യാനിട്ടാ. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം, വണ്ടി കറക്കാനും തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു സ്പോർട്സ് മോഡായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാട്ടെ വരുന്നത്. ലാൻസർ എന്ന മോഡല് ഫ്രണ്ടും ബാക്കൊക്കെ ഡിസ്ക് വരുന്നതുകൊണ്ട് ഇത് ചെയ്യാൻ സ്കാറ്റിങ് ചെയ്യാനും ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എന്താണ് അതിന് പറ്റിയൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്ത് കാണിച്ചു തരാത്തത്. ശരി, ഒന്ന് വന്നോ ഇതിന്റെ ഇന്റീരിയൽ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കാണിച്ച പോലെ തന്നെ റൈറ്റ് സൈഡ് വരുന്ന AC കാര്യങ്ങൾ, മിററിന്റെ ഇത് വരുന്നുണ്ട്. പിന്നെ RPM മെഷീൻ കാര്യങ്ങൾ. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാറിങ് ഒരു നോർമൽ സ്റ്റാറിങ് ആണ് വരുന്നത്. പിന്നെ ചാവി ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സംഭവം തന്നെ കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെറിയ സംഭവങ്ങൾ, പേന കാര്യം അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഗ്ലാസ് ആണ്. പിന്നെ സൺലൈറ്റ് മിറർ എന്തത് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ എന്താ പറയുക നല്ല വൃത്തിയുണ്ട്. 2005 മോഡലാണെങ്കിലും ഇത് ഉപയോഗിച്ച ആൾ നല്ല വൃത്തിയിലാണ് കൊണ്ടെടുക്കുന്നത് കേട്ടോ. അതുപോലെ ബാക്ക് സ്പേസ് തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക സീറ്റുകളൊക്കെ എന്താ പറയുക ഒരു പഴയത് കുറേ വർഷങ്ങളായിട്ട് ഇത് പണിയെടുക്കാത്ത കേട്ടോ. അതായത് ഉപയോഗിക്കാതെ കെടുന്നതിനുള്ള ഒരു കളർ ചേഞ്ചും കാര്യങ്ങളാണ് വരുന്നത്. ഇന്ത്യയിൽ എന്താ പറയുക എന്താണ് ഇന്ത്യയിൽ വർക്ക് വരുന്നത്. പിന്നെ ബാക്കിലായാലും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു 3 പാസഞ്ചർ 3 ആൾക്കാർ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും അവർക്ക് എന്താ വീതി വിസ്താരത്തിൽ ഇരിക്കാൻ പറ്റിയൊരു ഇത് തന്നെ കേട്ടോ വരുന്നത്. ഈ വണ്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല. ഇനി ഇതിന്റെ ഓണറെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ശരത്ത് ട്ടാ. ഇതാണ് ഈ വണ്ടിന്റെ ഓണർ വരുന്നത്. ഇയാളാണ് ഈ വണ്ടി എടുത്തിട്ട് നമ്മളെ കൂടുന്ന് കാണിച്ച വണ്ടി എന്താ പാട് കാര്യങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ മൂപ്പര് വണ്ടി എടുക്കാനുള്ള കാരണം എന്താന്നൊക്കെ അവരോടൊന്ന് ചോദിക്കാം. ശരി, ഈ വണ്ടി എടുക്കാനുള്ള കാരണങ്ങളൊക്കെ ഒന്ന് പറയേ. എന്റെ അടുത്തൊരു ആൾട്ടോ വണ്ടി ഉണ്ട്. ഇത് മൊത്തം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തല്ലേ? അതെ. അവന് മൊത്തം എന്താ പറയാ ചെറുതായിട്ട് മുതലേ നമ്മള് വണ്ടിനോട് ക്രൈസ് ഉള്ള ആൾക്കാരെ. പിന്നെ പ്രത്യേകിച്ച് ലാൻസർ എന്ന മോഡലിനോട് പിന്നെ ഡീസൽ ഒരു വിന്റേജ് വണ്ടി എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രം എടുത്തതാണ്. അപ്പൊ എന്താ പറയാ ഈ വണ്ടി ഇനി റീസ്റ്റോർ മൊത്തം ചെയ്തിട്ട് നമ്മൾ അത് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നടക്കില്ല. പക്ഷെ പറ്റുന്ന സമയത്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ അതിനെ ഒരു 2-3 മാസം എന്തായാലും പിടിക്കും. 2 മാസം എന്തായാലും പിടിക്കും. 2 മാസം കൊണ്ട് അതിന് നമുക്ക് ആ വർക്ക് എടുക്കാൻ സമയം വേണം. പിന്നെ ഇപ്പൊ നമ്മള് പറയുന്ന ചെയ്യുന്ന രീതി എന്തായാലും ഡിസ്കസ് ചെയ്ത് നമ്മളെ ഫ്രണ്ട് വേറെ ആളുകൂടിയുണ്ട് വണ്ടി പ്രേമിയായ, ചെയ്യുള്ളൂ. നമുക്ക് ഇപ്പത്തെ സിറ്റുവേഷനിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മള് സ്വാഭാവികമായിട്ടും പതിയെ എല്ലാ കാര്യങ്ങളും കളറും മാറ്റില്ല. ഇതിപ്പോ RC യിലുള്ള കളറാണ്. ഇതിപ്പോ ഈ വണ്ടി ഞാൻ എടുത്ത് അതിന്റെ ക്യാഷ് ജസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. നമ്മളെ കൂട്ടുകാരന്റെ വണ്ടി തന്നെ കേട്ടാ. അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് എടുത്തു. അതുപോലെ ഇതാണ് ഇതിന്റെ ഡിക്കി സ്പേസ് വരുന്നുണ്ടോ. അത്യാവശ്യം എന്താ പറയാ ഒരാൾക്ക്
കയറി ഇരിക്കാനുള്ള അത്രയും സ്പേസ് എടുക്കുന്നുണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീൽ കപ്പ് കാര്യങ്ങൾ. പക്ഷേ എന്താ പറയുക, നല്ല സ്പേസ് ആട്ടോ ഇതിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്. അടിക്കൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ നല്ല സ്പേസിൽ അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു ഡിക്കി തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.